ഉച്ചതിരിഞ്ഞ് അതിശക്തമായ മഴയാണ്. ഇടയ്ക്കൊന്ന് കുറച്ച് ശക്തി കുറഞ്ഞു എന്നത് മാത്രമാണ്. അതിനുശേഷം വീണ്ടും മഴ ശക്തമായി. മുണ്ടക്കൈ പുഴ കുത്തിയൊഴുകുകയാണ്. മലവെള്ളപ്പാച്ചിലാണ്. പുഴയ്ക്ക് കുറുകെ താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം അത് തകർന്നു എന്നതാണ്. അതായത് ഈ മണ്ണ് ഒഴുകിപ്പോയതിനെ തുടർന്ന് പാലം തകർന്നു. ഇത് നേരത്തെ തന്നെ അഴിച്ചു മാറ്റുന്നതിന് ആലോചിച്ചിരുന്ന പാലമാണ്. പക്ഷേ അത് നീട്ടുകയാണ് ഉണ്ടായത്. ആ പാലം ഇപ്പോൾ തകർന്നുപോയി. അതിന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരുന്ന സ്റ്റാൻഡൊക്കെ മറിഞ്ഞു വീണതുകൊണ്ടാണ് പാലം തകർന്നത്. മഴ ശക്തമായതുകൊണ്ട് തന്നെ തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിക്കുകയും ചെയ്തു. 3 മണിയോടുകൂടി തിരച്ചിൽ നിർത്തി എന്നതാണ്. ഇന്ന് ഒരു മൃതദേഹ ഭാഗമാണ് കിട്ടിയത്. അത് വെള്ളാർമലയിൽ നിന്നാണ്. സ്കൂളിനടുത്തല്ല, അവിടെ നിന്ന് കുറച്ചുകൂടി മുകൾ ഭാഗത്ത് നിന്നാണ് ഒരു മൃതദേഹ ഭാഗം, കൈയുടെ ഭാഗം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് ഈ ഭാഗം കണ്ടെത്തുന്നത്. തകർന്ന വീടുകൾക്കിടയിൽ നടത്തിയ പരിശോധനയിലാണ് കൈയുടെ ഭാഗം കണ്ടെത്തിയത്. നേരത്തെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധിച്ച സ്ഥലം കൂടിയാണ്. ആ സമയത്ത് ഇത് ലഭിച്ചിരുന്നില്ല. ഇന്ന് ഫയർഫോഴ്സിൻ്റെ പരിശോധനയിൽ അത് കിട്ടി. ഏതായാലും ശക്തമായ മഴ ഇന്ന് ഈ തിരച്ചിലിനും വെല്ലുവിളിയായി മാറി എന്നതാണ്. 3 മണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടതായി വന്നു. മഴ കനത്തതോടുകൂടി ബെയിലി പാലത്തിന് മറുകരയിലേക്ക് ആളുകളെ കടത്തിവിട്ടില്ല. മുകളിൽ പോയ തിരച്ചിൽ സംഘത്തെയും അതുപോലെ മണ്ണ് പരിശോധനയ്ക്കായി പോയ ഭൗമശാസ്ത്ര വിദഗ്ധ സംഘത്തെയും ഒക്കെ ഈ മഴ ശക്തിപ്പെട്ടത് കണക്കിലെടുത്ത് താഴെ ഇറക്കുകയാണ് ഉണ്ടായത്. ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ, ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴെ വരെയുള്ള സ്ഥലത്താണ് പരിശോധന. അതായത് ഈ ഭൂമി ഇനി വാസയോഗ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഉരുൾപൊട്ടലിൻ്റെ കാരണം എന്താണ് എന്നതൊക്കെയാണ് വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നത്. 3 ദിവസം സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുന്നത്. ഏതായാലും ഇന്ന് ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തി. ഉച്ചതിരിഞ്ഞ് അതിശക്തമായ മഴ പെയ്തു. മുണ്ടക്കൈ പുഴയിൽ കുത്തൊഴുക്കാണ്. താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം തകർന്നു എന്നതൊക്കെയാണ് ഇന്ന് ഈ 16-ാം ദിനം നമുക്ക് മുണ്ടക്കൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ളത്.